തെങ്കാശി പഴയ കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ കാണാതായ 17 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. തിരുനെൽവേലി സ്വദേശി അശ്വിനാണ് മരിച്ചത്. വനമേഖലയിൽ പെയ്ത ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് വിനോദ സഞ്ചാരികൾ എത്തുന്ന ഇടമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ? വലിയ കുത്തൊഴുക്ക് പെട്ടെന്നുണ്ടാവുകയായിരുന്നു. സ്മിത, 2 ദിവസമായി തെങ്കാശി മേഖലയിലൊക്കെ വലിയ തോതിലുള്ള മഴയുണ്ട്. ഐന്തരവി, അതുപോലെ തന്നെ കുറ്റാലം നദി, അവിടെയൊക്കെ വ്യാപകമായ തോതിൽ തന്നെ വെള്ളം ഉയരുന്നുണ്ട്. പക്ഷേ ഇത് പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ്. നേരത്തെ തന്നെ ഈ ജില്ലകളിലേക്കൊക്കെ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അലേർട്ടുകളെല്ലാം തന്നെ നൽകിയിരുന്നു. പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിൽ വലിയ തോതിലുള്ള സഞ്ചാരികൾ പ്രവേശിക്കുന്നത് നിരോധിക്കുകയോ അത്തരത്തിലുള്ള നിരോധന നടപടികളിലേക്കൊന്നും ഭരണകൂടം കടന്നിരുന്നില്ല. പക്ഷേ വളരെ വേഗത്തിലാണ്, അതൊരു ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു അശ്വിൻ അവിടെ എത്തിയിരുന്നത്. തിരുനെൽവേലി സ്വദേശിയാണ്, 17 വയസ്സുണ്ട്. ഈ വെള്ളച്ചാട്ടം വളരെ വേഗത്തിൽ വെള്ളം വന്നപ്പോൾ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ശ്രമമായിരുന്നു. ആ രക്ഷപ്പെടാൻ ഓടുന്നതിനിടെയാണ് വെള്ളത്തിൽ പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന് അല്പം മാറിയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അഗ്നിരക്ഷാസേനയും പോലീസും ഒക്കെ ആ സമയം മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നും കുറച്ചല്പം മാറിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർന്ന ശക്തമായ മഴ, അത് വനമേഖലയിലും മലഞ്ചെരിവുകളിലുമൊക്കെ ധാരാളമായി മഴ പെയ്യുന്നുണ്ട്. ഈ മഴയാണ് ഇത്തരം വളരെ വേഗത്തിലൊരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവാനുള്ള കാരണമായി എന്തായാലും പ്രാഥമികമായി പറയുന്നത്. ധാരാളം ആളുകൾ, സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം ആളുകൾ അവിടെ ഉണ്ട്. കാരണം അവധി ദിവസങ്ങളാണ്, സ്വാഭാവികമായും സ്കൂൾ അവധി ദിവസങ്ങളാണ്. അപ്പോൾ ധാരാളം ആളുകൾ അവിടെ കുളിക്കാനായൊക്കെ എത്തി, വെള്ളച്ചാട്ടം കാണാനും കുളിക്കാനും ഒക്കെ ആയി എത്തിയിരുന്നു. വലിയ അപകടങ്ങളില്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ് ഈ പഴയ കുറ്റാലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ധാരാളമായി വിനോദസഞ്ചാരികൾ എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ തെങ്കാശി പഴയ കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ കാണാതായ 17 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. തിരുനെൽവേലി സ്വദേശി അശ്വിനാണ് മരിച്ചത്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുകയായിരുന്നു.